ആലപ്പുഴയിൽ വെള്ളപ്പൊക്ക ദുരിതം തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാണ്. മാലിന്യം അടിഞ്ഞ് വെള്ളം ഒഴുകാത്തതിനെ തുടർന്ന് തോട്ടപ്പള്ളിയിൽ ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ താൽക്കാലിക നടപ്പാത പൊളിച്ചു. അപ്പർ കുട്ടനാട്ടിൽ ചില പ്രദേശങ്ങളിൽ നിന്നും നേരിയ തോതിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ ആറുകളിലൂടെ ഒഴുകിയെത്തുന്ന കിഴക്കൻ വെള്ളം കടലിലേക്ക് പ്രധാനമായും പോകുന്നത് തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെയാണ്. 40 ഷട്ടറുകളാണ് സ്പിൽവേക്കുള്ളത്. അതിൽ 39 എണ്ണവും 2 ദിവസം മുമ്പ് ഉയർത്തിയിരുന്നു. പക്ഷേ ഈ കിഴക്കൻ വെള്ളത്തിനോടൊപ്പം ഒഴുകിയെത്തുന്ന മാലിന്യങ്ങൾ നീരൊഴുക്കിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്ന് മാത്രവുമല്ല, തോട്ടപ്പള്ളി സ്പിൽവേക്ക് സമാന്തരമായി ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഒരു താൽക്കാലിക ഇരുമ്പ് പാലം നിർമ്മിച്ചിരുന്നു. അതിലൊക്കെ മാലിന്യങ്ങൾ തിങ്ങി നിന്ന് നീരൊഴുക്കിനെ തടസ്സപ്പെടുത്തിയിരുന്നു. ഇന്ന് രാവിലെ കുട്ടനാട് MLA നേരിട്ട് സ്ഥലത്തെത്തുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലിക പാലത്തിൻ്റെ കുറച്ചു ഭാഗം മുറിച്ചു മാറ്റിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും M. ലിജു നമ്മുടെ ചാർജുള്ള മന്ത്രിയും വിളിച്ചു. അവരപ്പം ക്യാബിനറ്റ് മീറ്റിങ്ങിലോട്ട് കയറുന്നു. അതിരാവിലെ കിട്ടിയില്ല. അതിപ്പം മീറ്റിങ്ങിൽ കയറി. അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് എങ്ങനെ ഇപ്പം, കാരണം ഈ നമുക്ക് എന്താണോ ഇപ്പോൾ എമർജൻസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്തേ പറ്റുമെന്ന് പറഞ്ഞു. 2018 മഹാപ്രളയത്തിന് ശേഷം 2020 മുതൽ അങ്ങ് നമ്മൾ ദൂരെ കാണുന്ന പൊഴി പൂർണ്ണമായും മുറിച്ച് മാറ്റിയിരുന്നു. അവിടെ നിന്ന് മുറിച്ചു മാറ്റുമ്പോൾ ലഭിക്കുന്ന മണല് KMML ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് നൽകിയത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ സമരത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെയാകാം ഇപ്പോൾ ആ പൊഴി പൂർണ്ണമായി മുറിച്ച് മാറ്റിയിട്ടില്ല. അതും ഇത്തരത്തിൽ വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോകാതിരിക്കാനുള്ള കാരണമാണെന്നുള്ള രാഷ്ട്രീയ ആരോപണം ഉയരുന്നുണ്ട്. വളരെ അശാസ്ത്രീയവും യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്ത ഒരു സർക്കാരിൻ്റെ പ്രവൃത്തിയാണ് അവിടെ കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് ജനങ്ങൾ ജീവന് വേണ്ടി താഴ്പ്രദേശങ്ങളിൽ നെട്ടോട്ടമോടുകയാണ്. ആ സമയത്താണ് ഇത്രയും ഉത്തരവാദിത്വമില്ലാതെ സംസ്ഥാന സർക്കാർ പ്രതികരിക്കുന്നത്. കുട്ടനാട്ടിലെയും അപ്പർ കുട്ടനാട്ടിലെയും താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി നിരവധി വീടുകളിൽ വെള്ളം കയറി. റോഡുകളിലെല്ലാം വെള്ളക്കെട്ടുണ്ട്. ആളുകളെ 70-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. 2500-ലധികം കുടുംബങ്ങൾ അവിടേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ വെള്ളം കയറിയ വീടുകളിൽ ഭൂരിഭാഗങ്ങളിലും ആളുകൾ തുടരുകയാണ്. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്.